ഹലോ, ഹാപ്പി ഹോം മേക്കറിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കപ്പയും മീനും കൂടിയിട്ടുള്ള ഒരു പുഴുക്കാണ് ചെയ്യുന്നത്. നമ്മൾ ബീഫ് വെച്ച് കപ്പ ബിരിയാണി ഒക്കെ ചെയ്യില്ലേ, അതുപോലെ തന്നെ മീൻ വെച്ചിട്ടും ഒരു കപ്പ ബിരിയാണി അല്ലെങ്കിൽ കപ്പ കുഴച്ചത്. അപ്പൊ എങ്ങനെയാ ഇത് ചെയ്തതെന്നൊന്ന് കണ്ടു നോക്കിയാലോ? വേഗം തന്നെ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂട്ടാ. അപ്പൊ നമുക്കിന്ന് അടിപൊളിയായിട്ടുള്ള മീനും കപ്പയും ചേർത്തൊരു പുഴുക്കുണ്ടാക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഓൾറെഡി നല്ല കപ്പ ചെണ്ടം പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അതായത് വലിയ പീസായിട്ട് ഒരല്പം ഉപ്പും അതുപോലെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചതാണ്. ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. നമ്മൾ ഒരു നല്ലൊരു തവി വെച്ചിട്ട് പൊടിച്ചെടുത്താൽ മതി. അതല്ലാതെ മിക്സിയിലോ കല്ലിലോ ഇട്ട് ചതക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊന്ന് നമുക്കൊന്ന് പാൽക്കപ്പയൊക്കെ ചെയ്യില്ല, അല്ലെങ്കിൽ കപ്പയും ബീഫൊക്കെ ചെയ്യില്ലേ, അതുപോലെ തന്നെ ഒന്ന് ഉടച്ചെടുത്ത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മീൻ തയ്യാറാക്കണ്ടേ. മത്തിയാണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ അയില എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വെളൂരി ചെറിയ മീൻ തന്നെയാണ് എടുത്തേക്കുന്നത്. അത് വെച്ചാണ് ചെയ്യുന്നത്. എല്ലാവർക്കും മത്തിയുടെ ആ ഒരു ഫ്ലേവർ ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. അപ്പം ഞാൻ എന്തായാലും ഇന്ന് വെളൂരി വെച്ചിട്ടാണ് ഈ ഒരു പുഴുക്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ അതും നമുക്ക് തയ്യാറാക്കണം. അപ്പം ഇത് മാറ്റി ഞാനിവിടെ ഈവനിങ്ങിൽ ചായയോടൊപ്പം കഴിക്കാനായതുകൊണ്ട് വളരെ കുറച്ച് മാത്രമേ ചെയ്യുന്നുള്ളൂ. നിങ്ങൾ ഡിന്നറിനാണ് ചെയ്യുന്നതെങ്കിൽ, അതല്ലെങ്കിൽ വീട്ടിൽ മെമ്പേഴ്സ് കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് മീനും അതുപോലെ കപ്പയൊക്കെ എടുക്കണം. ഞാനിവിടെ കുറച്ച് മീനോ എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്കുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ നോക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ ഒരു മീന് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ഇപ്പം ഇട്ട് കൊടുത്താൽ മതി. ഇനി നല്ല എരിവുള്ള മുളക് പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. അതും ആ ഒരു മീനിന്റെ പാകത്തിനുള്ളത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവില് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതാ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വളരെ തിന്നായിട്ട് നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ചതച്ചിടണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അതായത് നമ്മൾ കപ്പയും മീനും കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇതും കൂടെ കഴിക്കാനായിട്ട് പറ്റണം. ആ ഒരു പരുവത്തിൽ നമുക്ക് ചെയ്യാം. ചതക്കുകയാണെങ്കിൽ നല്ലതുപോലെ ചതച്ചെടുക്കണം. വായിൽ കടിക്കാനായിട്ട് വരരുത്. ആ ഒരു പരുവത്തിൽ കിട്ടണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതായത് നമ്മുടെ മീൻ വേവിക്കാനുള്ള, നമ്മൾ മീൻ കറിയൊക്കെ വെക്കുന്ന പോലെ തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് സാമ്പാർ പുളിയോ അതല്ലെങ്കിൽ കുടപ്പുളിയോ ഉണങ്ങിയ മാങ്ങാത്തൊലിയോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. പക്ഷെ സാധാരണ മീൻകറി വെക്കുന്നത് പോലെ ഒരുപാട് പുളിയാവരുത്. പുളി അല്പം കുറച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇനി അതല്ല, നിങ്ങൾക്ക് നല്ല പുളിയുള്ള ഇത് തന്നെയാണ് താല്പര്യമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷെ എനിക്ക് പേഴ്സണലായിട്ട് തോന്നുന്നത് കുറച്ച് പുളി കുറയ്ക്കുമ്പോഴാണ് ഈ ഒരു പുഴുക്കിന് ടേസ്റ്റ് കൂടാന്നാണ്. ഞാനിതിലേക്ക് ഒരു അര കുടപ്പുളി ഇട്ടിട്ടുണ്ട്. അത്രേ ചേർക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വേപ്പില, കറിവേപ്പില ഒന്ന് പിച്ചിട്ട് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരല്പം വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് പാറി കൊടുത്താൽ മതി. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മുടെ മീൻ നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം. 1-2 തിള വരുമ്പോഴേക്കും നമ്മുടെ ഈ മീൻ വെന്തു വരും. അതായത് ചെറിയ മീനല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. മീൻ വെന്തു വരുന്ന നേരം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അതല്ലെങ്കിൽ ഇതിലേക്ക് വേണ്ട കൂട്ട് തയ്യാറാക്കാം. ഞാനിവിടെ ഒരു കൈപ്പിടി തേങ്ങയാണ് എടുത്തേക്കുന്നത്. ഒരു ചെറിയ ക്വാണ്ടിറ്റി മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു കൈപ്പിടി തേങ്ങ എടുത്തു. ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് ഒന്നുകിൽ നിങ്ങൾക്ക് മിക്സിയിൽ ഒന്ന് ഒതുക്കിയെടുക്കാം, അതല്ലെങ്കിൽ ഇങ്ങനെ ചേർത്ത് കൊടുത്താലും ടേസ്റ്റാണ്. അപ്പോൾ ഇതിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് ഞാൻ കാണിച്ചു തരാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതല്ലെങ്കിൽ നല്ല ജീരകമാണ്, ക്യുമിൻ സീഡാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. വോൾ ആയിട്ടുള്ള ക്യുമിൻ സീഡ് ചതച്ച് ചേർത്താലും മതി. ഞാനിപ്പോൾ പൊടി എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ചേർത്ത് കൊടുത്തു എന്ന് മാത്രം. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക്, അതുപോലെ 2 ചുമന്നുള്ളി, 2 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 2-3 കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലതുപോലെ ചതച്ച് എടുക്കണം. അതും കൂടെ തേങ്ങയിലേക്ക് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് വെക്കാം. ചതച്ചെടുത്ത ഇഞ്ചിയും പച്ചമുളകും ഉള്ളിയും വേപ്പിലയും എല്ലാം കൂടെ നമുക്ക് ഈ തേങ്ങയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാം. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് മിക്സിയിലും വേണമെങ്കിൽ ഒന്ന് ഒതുക്കാവുന്നതാണ്. പക്ഷെ തേങ്ങയ്ക്ക് ഇതിൻ്റെ കൂടെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ.
അപ്പോൾ ഇതും നമ്മുടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ വെന്തോ നോക്കാം. നമ്മുടെ മീൻ ഇവിടെ നല്ലോണം വെന്ത് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് സാധാരണ നമ്മൾ കയ്യിൽ വെച്ച് ഇളക്കരുതെന്നല്ലേ പറയാം, അതിന് പകരമായിട്ട് നമ്മളിത് നല്ലതുപോലെ ഒന്ന് ഇളക്കുകയാണ്. അപ്പോൾ ആ മുള്ളിൽ നിന്ന് ആ ഫ്ലഷൊക്കെ ഒന്ന് വേർപെട്ട് വരും. ഇതുപോലെ മുള്ളിൽ നിന്ന് ആ ഫ്ലഷൊക്കെ ഒന്ന് വേർപെട്ട് വരും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആ മുള്ളൊന്ന് പറക്കി മാറ്റാം. നമ്മൾ മീനിൻ്റെ മുള്ളൊക്കെ ഒന്ന് മാറ്റി ഇതുപോലെ നമ്മൾ കുറേയൊക്കെ മാറ്റിയിട്ടുണ്ട്. ബാക്കിയിലേക്ക് ആ ഫ്ലഷിലേക്ക് ഒരല്പം വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ മീൻ നല്ലതുപോലെ തിളച്ച് സെറ്റായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഉടച്ച് വെച്ചേക്കുന്ന കപ്പയുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ കപ്പയിൽ മഞ്ഞൾപ്പൊടിയും അതുപോലെ ഉപ്പും ചേർത്താണ് വേവിച്ചേക്കുന്നത്. അത് നമ്മൾ ചേർത്ത് കൊടുത്തു. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. നമ്മൾ മീൻ വേവിക്കുമ്പോഴും അതുപോലെ കപ്പ വേവിക്കുമ്പോഴും ഉപ്പ് ചേർത്തിട്ടുണ്ട്. എന്നാൽ ഈ സമയത്ത് ഒന്നുകൂടെ നമുക്ക് നോക്കാം. ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ കൂട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ അതും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. നല്ലൊരു മണമാണ് കേട്ടോ ഈ സമയത്ത്. നമ്മൾ ഈ തേങ്ങയുടെ കൂട്ടൊക്കെ ചേർത്തൊന്ന് മിക്സ് ചെയ്യില്ലേ ആ സമയത്ത് നല്ലതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. നമ്മൾ കപ്പയും ബീഫൊക്കെ ചെയ്യാറില്ലേ അതുപോലെ തന്നെ നമ്മുടെ കപ്പയും അതുപോലെ ഫിഷൊക്കെ നല്ലതുപോലെ കുഴഞ്ഞ് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്തിടണം. നമ്മളൊരു ചെറിയ കടായി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വറ്റൽമുളകും അതുപോലെ കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് മൂക്കട്ടെ. നമ്മുടെ മുളകൊന്ന് മൂത്ത് വരട്ടെ. ഇനി നമുക്കിത് വേവിച്ച് വെച്ചേക്കുന്ന പുഴുക്കിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കപ്പയും മീനും പുഴുക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കപ്പ ബീഫ് ബിരിയാണിയൊക്കെ കഴിക്കുന്ന പോലെ അടിപൊളി ടേസ്റ്റുള്ളൊരു ഡിഷ് തന്നെയാണ് കേട്ടോ ഇത്. ഇന്നത്തെ ഈ സിമ്പിൾ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.